ഇവിടെ രണ്ടുപേരുടെയും പിറന്നാൾ മലയാള മാസത്തിൽ മേടമാസം 1-ാം തീയതിയാണ് രണ്ടുപേരുടെയും പിറന്നാൾ. അപ്പം ഒരാളുടെ പിറന്നാൾ എങ്ങനെയായാലും വിഷു ആയിരിക്കും. അപ്പം മോളുടേത് 15-ാം തീയതിയും മോൻ്റേത് 14-ാം തീയതിയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും രണ്ടുപേരുടെയും കേക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പം മോൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പം അവർ തന്നെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ച് ആകെ ഒരു ബഹളമായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഒരു കുട്ടിക്കാലം ഓർക്കുന്നത്. എന്ത് രസമായിരുന്നു അല്ലേ? ഇവർക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒച്ചപ്പാടും ബഹളവും ഓട്ടവും ചാട്ടവും തന്നെയല്ലേ ഉള്ളൂ. മുറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ മുറ്റത്തൊക്കെ ഇതുപോലെ കളിക്കത്തില്ലായിരുന്നു പിള്ളേർക്ക്. നമ്മളൊക്കെ എന്ത് ലക്കിയായിരുന്നു. പക്ഷേ ഇതൊക്കെ മതി കേട്ടോ ഇവർക്ക്. വല്ലപ്പോഴും ഇങ്ങനെ ഒത്തുകൂടുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേക്ക് കുറച്ച് നേരം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയാണ് ഇവരുടെ ഒരു സന്തോഷം. പിന്നെ ഈ തൂക്കിയിട്ട ഫോട്ടോയ്ക്കൊക്കെ ഓരോ കമൻറ്റും അവനെ കളിയാക്കലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. കാണിക്കാൻ പറ്റാത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് എത്ര പെട്ടെന്ന് ആ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നേ. കഴിഞ്ഞ ബർത്ത്ഡേക്കും ഇതുപോലെ കേക്ക് മുറിച്ചത് ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു. രണ്ടുപേർക്കും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവരുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ആകെ ഒരു രസമായിരുന്നു. നിങ്ങളിത് 3 മിനിറ്റ് നേരം കാണുന്നെങ്കിലും ഒരു 3-4 മണിക്കൂർ ഈ വീട്ടിൽ ആകെ ഒരു ബഹളമായിരുന്നു. മൂത്ത് തേക്കല്ലേ എന്ന് പറഞ്ഞ് എബി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാണേ. പക്ഷെ എല്ലാവരും പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിന്നു. ഉണ്ട്. ഇപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല കുട്ടികളായിരുന്നേ കൊടുക്കുമ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് മാറി. എബീനെ എല്ലാവരും കേക്കിലങ്ങ് കുളിപ്പിച്ചു. അബിയനെ ഉണ്ടോ വിടുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഞാൻ കപ്സ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിള്ളേരൊക്കെ ആകുമ്പം ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തു. പിന്നെ അവരുടെ പ്രിയപ്പെട്ട അവരുടെ എന്താ പറയുക ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ച് ആകെ കൂടെ ഒരു ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയി. അങ്ങനെ ഈ വർഷത്തെ പിറന്നാളും കഴിഞ്ഞുപോയി. ഇനി നോക്കിക്കോ, അടുത്ത പിറന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.